നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളതാണ് ഇപ്പം ടെക് ലോകത്തിന്റെ അവസ്ഥ. ചൈനീസ് ബേസ്ഡ് സ്റ്റാർട്ടപ്പായ ഡീപ് സീ കാരണം ടെക് ജയൻസ് ആയ എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഫേസ്ബുക്ക് എന്നിവയുടെയൊക്കെ $1 ട്രില്യൺ വാല്യൂവേഷനാണ്. എൻവിഡിയക്ക് മാത്രം $589 ബില്യൺ നഷ്ടം വന്നിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഓപ്പൺ എ പോലെ ഒരു മോഡൽ ഡീപ് സീക്കും ബിൽഡ് ചെയ്തെടുത്തു. R1 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന് ടോപ്പ് ടയർ ചിപ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മറിച്ച് കോമ്പറ്റീറ്റേഴ്സ് ആയ ChatGPT ആണെന്നെങ്കിൽ മെറ്റ ഡെവലപ്പ് ചെയ്തെടുത്ത AI മോഡൽസിലാണെങ്കിൽ വേറെ ഏത് കമ്പനി ആൽഫബറ്റ് ഡെവലപ്പ് ചെയ്ത AI മോഡൽസിലാണെങ്കിൽ ഒരു ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്ത്. ഈ ഒരു മോഡലിന് വെറും $6 മില്യൺ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. ഹൈ കമ്പ്യൂട്ടിംഗ് പവറുള്ള ചിപ്പ് സെറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോ കമ്പ്യൂട്ടിംഗ് പവർ വെച്ചിട്ട് AI മോഡൽസ് ഡെവലപ്പ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് കാരണം ബിഗ് ടെക് കമ്പനീസ് എല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വേസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ ഇൻവെസ്റ്റേഴ്സ് മണി വിഡ്രോ ചെയ്തതാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ ടെക് സ്റ്റോക്സിനൊക്കെ $1 ട്രില്യൺ പിടിച്ച് നഷ്ടം വരാൻ കാരണം. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഷോർട്ട് ടേം ട്രെൻഡ് മാത്രമാണ്. ലോങ് ടേമിൽ ഞാനിതൊരു പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം എക്കണോമിക് ലോസ് അനുസരിച്ചിട്ട് എന്തൊരു കാര്യം ചീപ്പർ ആൻഡ് എഫിഷ്യൻ്റ് ആകുന്നു അതിൽ ആൾക്കാർ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുകയും അതിൻ്റെ ആക്സസിബിലിറ്റി കൂടുകയും ചെയ്യും. ഇങ്ങനെ ലോ കോസ്റ്റ് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവിൽ ഇനി ചെറുതും വലുതുമായ കമ്പനീസൊക്കെ ഇങ്ങനത്തെ AI മോഡൽസ് ഡെവലപ്പ് ചെയ്യും. AI എന്ന ടെക്നോളജി ജനകീയമാവുകയും എല്ലാ കമ്പനീസിനും എല്ലാ പർപ്പസിനും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ടൊക്കെ ലോങ് ടൈമിലെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇത് കാരണം ലോങ് ടൈമിൽ AI എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതിൽ തർക്കമില്ല. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.